എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിന്റെ ഐതിഹ്യവും എങ്ങനെയാണെന്ന് ഉണ്ടായിരുന്നത്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന്റെ പ്രസക്തി എന്താണ്, യുവകാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വീണ്ടും ഒരു റിപ്പീറ്റ് ചെയ്യുന്നതിന് പ്രസക്തിയില്ല. I'm sorry for speaking in Malayalam to any non-Malayalis in the crowd. Please bear with me. ഓണത്തിന്റെ ഐതിഹ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിന് പകരം ഞാൻ 28 വർഷത്തിന് ശേഷം ഇത്തവണ എനിക്ക് കേരളത്തിൽ ഓണം ചെലവഴിക്കാനുള്ള അവസരം കിട്ടി. ശരിയാണ്, മാറ്റങ്ങൾ ഉണ്ടാവും, മാറ്റങ്ങൾ ആവശ്യമാണ്. മാറ്റമില്ലാത്ത മാറ്റം മാത്രമാണ്. അപ്പൊ ഈ 28 വർഷത്തിന് ശേഷവും അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ അതുമായിട്ടുള്ള വ്യത്യാസങ്ങളായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയുന്നു. അധികം അല്ലാതെ വലിച്ചൊന്നും പറയുന്നില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓണം എന്ന് പറയുന്നത് ശരിക്ക് കാർഷിക വൃത്തിയോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഉത്സവമാണ്. അപ്പൊ ഇന്നിപ്പോ കൃഷി വേണ്ട നമ്മുടെ ഡോക്ടർ മോട്ടേക് സിംഗ് ആലുവാലിയ വരെ പറഞ്ഞു, കേരളത്തില് കാർഷികമായിട്ടുള്ള ഒരു കാർഷിക ഇക്കോണമി, അഗ്രികൾച്ചർ ഇക്കോണമിക്ക് റെലവൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളുടെ ആചരണങ്ങളിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും. അത് നിവൃത്തിയില്ല, അതങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമങ്ങൾ മുഴുവൻ ചെറിയ ചെറിയ ടൗൺസ് ആയിട്ട് മാറുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ കാണാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സാധാരണ കൊച്ചു കൊച്ചു ഇടവഴികളുണ്ട്, വേലികളുണ്ട്, വേലികളില് പൂത്ത് നിൽക്കുന്ന പൂക്കളുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് മുക്കുറ്റിയായാലും തുമ്പപ്പൂവായാലും അല്ലെങ്കിൽ കാശിത്തുമ്പ, വെള്ളത്തട എന്ന് പറയുന്ന സ്ലേറ്റിൽ മാറ്റുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അങ്ങനത്തെ ചെടികളൊന്നും കാണാനില്ല, എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്രത്യക്ഷമാവുന്നൊരു സംഭവമാണ്. ഇത് കാണാവുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ കാലത്ത് എല്ലാവരും കൂടി ഒരു കൂട്ടുകുടുംബത്തിൽ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച്. ഇതിപ്പോ അങ്ങനെ സംഭവമില്ല. എല്ലാവരും കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ബിസിനസ്, അത് നമ്മുടെ എന്താ പറയാ, ഒരു കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂമറിസത്തിന്റെ ട്രെൻഡ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് കേരള ആയിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, 2 തരത്തിലാണ് തിരക്ക് കാണുന്നത്. ഒന്ന് ബീവറേജസ് കോർപ്പറേഷന്റെ കടയുടെ മുമ്പിൽ, പിന്നൊന്ന് കാറ്ററേഴ്സിന്റെ മുമ്പിൽ. അവിടെ ഭയങ്കര തിരക്കാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ. ഇനി സദ്യ ഒരുക്കുന്നവര് അങ്ങനെ ഒരു സെക്ഷൻ, അതുകൂടാതെ ഒരു പായസം അല്ലെങ്കിൽ പ്രഥമൻ മാത്രം ഉണ്ടാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവിടെ രാവിലെ ഇരുന്ന് ഭയങ്കര തിരക്കാണ്. അതായത് സിനിമാ തിയേറ്ററുകളിലൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന പോലെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടിച്ച് വന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ കാണാൻ കഴിയുന്നത്. അതേസമയം ഗവൺമെന്റിന്റെ തലത്തിലെ ഓണാഘോഷങ്ങളുണ്ട്, ഫ്ലവർ ഫെസ്റ്റിവല്, ഫ്രൂട്ട് ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ഇപ്പൊ തൃപ്പൂണിത്തുറ അത്തച്ചമയം അല്ലെങ്കിൽ വള്ളംകളി, അങ്ങനെയുള്ള സംഭവങ്ങൾ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നടക്കുന്നുണ്ട്. അതിലൊരു സംഭവം, ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മളാരും ഇൻവോൾവ് ആവുന്നില്ല. അങ്ങനെ ഒരു കെട്ടുകാഴ്ചയായിട്ട് അതിങ്ങനെ നടക്കുന്നു, നമ്മൾ നോക്കിയിരിക്കുന്നു. ഇപ്പൊ ടിവിയുടെ മുമ്പില് റിമോട്ട് ആയിട്ടിരിക്കുമ്പോ അതിൽ നമുക്കൊരു ഇൻവോൾവ്മെന്റ് ഇല്ല, നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നേരെ പറഞ്ഞ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോരോ സാധനങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മാറ്റവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് വരുന്നു, ടൗണിലെ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട ഏരിയയിൽ കൂടി പ്രൊസഷനായിട്ട് ഇങ്ങനെ പോകുന്നു, നമ്മളത് കണ്ടു നിൽക്കുന്നു. ഇപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പുലിക്കളി, അത് 4ാം ഓണത്തിൽ നിന്ന് പുലിക്കളി എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട്. അപ്പൊ അതുണ്ട്. അതുപോലെ തന്നെ കുമ്മാട്ടിക്കളി, ഇങ്ങനെ 2 കാണാൻ പറ്റി. പക്ഷെ അതിൽ എന്താ വെച്ചാൽ, കുമ്മാട്ടിക്കളിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആന്ധ്രയിൽ നിന്നുള്ള ഒരു ടീമായിരുന്നു. കേരളത്തിന്റെ ട്രഡീഷണൽ ആയിട്ട് പെർഫോമൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരിതാണ്. അപ്പൊ ഞാൻ അവരായിട്ട് സംസാരിച്ചു. അപ്പൊ പറയുന്ന അവർ ആന്ധ്രയിലുള്ളവരാണ്. അങ്ങനെ ഇടയ്ക്ക് തെലുങ്ക് സംസാരിക്കുന്നുണ്ടപ്പോ അപ്പൊ ഇതിപ്പോ ഒരു ടീമിൽ ആന്ധ്രയിൽ നിന്നുള്ളവരാണ് ഇതിന് വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ, ഇതിനൊന്നും ആ പുറമേക്കുള്ള പുറംപൂച്ച അല്ലെങ്കിൽ അത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ അപ്പൊ ഇതിലേക്ക് റിവൈവ് ചെയ്യുക എങ്ങനെയാണോ, അല്ലെങ്കിൽ നമുക്കൊരു പഴയ കാലത്തിലേക്ക് എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല.
പക്ഷെ എന്നാലും അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ജനറേഷനോ അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ ഉദ്ദേശം ഇന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയൊരു അവയർനെസ് നമ്മൾ കൈമാറാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നെക്സ്റ്റ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഇതിന് അന്യം നിന്നു പോകും. കാരണം ഞാനൊരു രാഷ്ട്രീയമായിട്ടുള്ള ആംഗിൾ എന്നല്ല പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ സൂപ്പർ പവേഴ്സ് ഒരു പ്രത്യേക കൺട്രിയെ കുറിച്ച് പറയുന്നതല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിനെ അതുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നും പോലും തോന്നാം. പക്ഷേ അമേരിക്ക പോലെയുള്ള അങ്ങനത്തെ പവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അവർക്ക് നമ്മളെ പോലെയുള്ള ഒരു ഏഷ്യൻ കൾച്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനമില്ല. എല്ലാം മണി ഓറിയന്റഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റന്റ് അങ്ങനത്തെ സംഭവങ്ങളേ ഉള്ളൂ. അപ്പൊ അവരുടെ ആ സംസ്കാരവും അല്ലെങ്കിൽ അതിന്റെ കടന്നുവരവ് അതിനെ നമുക്ക് അതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അതിനെ നമ്മൾ എന്താണ് പറയുക, അതിനോട് നമ്മൾ ഗ്രാജുവലി അഡിക്റ്റഡ് ആയിട്ട് മാറുന്നൊരു ഫിനോമിനൻ ആണത്. അപ്പൊ അതിനെ നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ ലെവലിലും അല്ലെങ്കിൽ ഫാമിലി ലെവലില് അതിനെ കുറിച്ചുള്ള അവയർനെസ് കഴിയുന്നത്ര ഉണ്ടാക്കുക എന്നുള്ള ചെറിയ കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതപ്പോൾ നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്, അതിന്റെ ഇന്നതാണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളതും അതിന് മുഴുവൻ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് പറ്റില്ല. അത് ആരെയും കുറ്റമല്ല. ഇങ്ങനെ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഓണാശംസ.